ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ സേ എക്സാം പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പഠനം പൂർത്തിയാക്കി നമ്മളിനി സെക്കൻഡ് ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ചാപ്റ്റർ 2 ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ ആൻഡ് കപ്പാസിറ്റൻസ്. ഈ ചാപ്റ്ററിൽ നിന്ന് പരീക്ഷയ്ക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഏകദേശം 6 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ്. അത് 6-നടുത്ത്, 6 തന്നെ കൃത്യമാകണമെന്നില്ല. ഓക്കെ, ഈ ചാപ്റ്ററിൽ നമ്മൾ മുൻപ് വീഡിയോ ക്ലാസ്സിൽ പഠിച്ചതുപോലെ 1 മാർക്ക് റൂൾ അനുസരിച്ച് ഓരോ ചോദ്യത്തിൽ നിന്നും ഓരോ മാർക്ക് കിട്ടത്തക്ക രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമേ നമ്മൾ ഡിസ്കസ് ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് ഡെറിവേഷനുകളിലൊക്കെ ഏറ്റവും ചുരുങ്ങിയ സ്റ്റെപ്പുകളായിരിക്കും ഉണ്ടാവുക. അത് പരമാവധി പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, സോ ഈ ചാപ്റ്ററിൽ നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്ന കാര്യം ഇതാണ്: ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് മാത്രം എഴുതിയാൽ പോരാ, ശരിക്കും ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് എന്നുകൂടെ ഞാൻ എഴുതണം. കാരണം നമ്മൾ ഏതെങ്കിലും ഒരു പോയിൻറ്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലാണ് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഡെഫിനിഷൻ ഉണ്ട്. ആ ഡെഫിനിഷനാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. നോട്ട്ബുക്കിൽ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോളുക. ദി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിൻ്റ് is the work done to bring a unit positive charge from infinity to that point. ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് എന്നതിൻ്റെ ഒരു ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡെഫിനിഷൻ വായിക്കാം. ദ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ അറ്റ് എനി പോയിൻ്റ് ഈസ് ദി വർക്ക് ഡൺ ടു ബ്രിങ് എ യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിൻ്റ്. ഒന്ന് മലയാളത്തിൽ പറഞ്ഞാൽ, ഏതെങ്കിലും ഒരു പോയിൻറ്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇൻഫിനിറ്റിയിൽ നിന്നും ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ആ പോയിൻറ്റിൽ കൊണ്ടുവയ്ക്കാൻ ചെയ്യേണ്ടി വന്ന വർക്ക് എന്നാണ്. അപ്പോൾ ഇൻഫിനിറ്റിയിൽ നിന്ന് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ ഈ കാണുന്ന പോയിൻറ്റിൽ കൊണ്ടുവയ്ക്കാൻ നമ്മൾ എന്ത് വർക്ക് ചെയ്തോ ആ വർക്കായിരിക്കും ഈ പോയിൻറ്റിലെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കതിൻ്റെ ഇക്വേഷൻ, പ്രധാനപ്പെട്ട ഇക്വേഷൻ കൂടി ഒന്ന് എഴുതാം. പൊട്ടൻഷ്യൽ V = W/Q, അല്ലെങ്കിൽ വർക്ക് പെർ ചാർജ്. അങ്ങനെയാണ് നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനെ ഡിഫൈൻ ചെയ്ത് വച്ചിരിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം ഇതാണ്: ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി. ഓക്കെ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ശരിക്കും അങ്ങനെ എഴുതിയാലും പോരാ. ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ചാർജ്, ഇങ്ങനെ കൂടെ ഞാൻ എഴുതണം. കാരണം ഏതെങ്കിലും ഒരു ചാർജിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിനെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. ഏതെങ്കിലും ഒരു ചാർജിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയെ പറ്റി. ഓക്കെ, അപ്പോൾ ഇതിനൊരു ഡെഫിനിഷൻ ഉണ്ട്. ഈ ഡെഫിനിഷൻ പഠിക്കാൻ എളുപ്പമാണ്. ഇതൊരെണ്ണം പഠിച്ചാൽ ഇതിൻ്റെ ഡെഫിനിഷൻ വളരെ സിമ്പിളായിട്ട് എഴുതാം. അതൊന്ന് എഴുതുകയാണ്. സോ ദി ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി of a charge is the work done to bring that charge from infinity to ദാറ്റ് പോയിൻ്റ്. ഓക്കെ, ഇതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ചാർജിൻ്റെ ഡെഫിനിഷൻ. വായിക്കാം. ദ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഓഫ് എ ചാർജ് ഈസ് ദി വർക്ക് ഡൺ ടു ബ്രിങ് ദാറ്റ് ചാർജ് ഫ്രം ഇൻഫിനിറ്റി ടു ദാറ്റ് പോയിൻ്റ്. ഇത്രേ പറഞ്ഞുള്ളൂ. അവിടെ ഒരു പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, പോയിൻ്റ് പി. പോയിൻ്റ് പിയിൽ നമ്മളൊരു ചാർജ് കൊണ്ട് വെച്ചിട്ടുണ്ട് Q. ഈ ചാർജ് Qവിൻ്റെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഈ Qവിനെ ഇൻഫിനിറ്റിയിൽ നിന്നും നമ്മളെടുത്ത് ഈ പോയിൻ്റ് പിയിൽ കൊണ്ടുവയ്ക്കാൻ ചെയ്ത വർക്കായിട്ടാണ്. നമ്മൾ എത്രയും വർക്ക് ചെയ്തോ ആ വർക്ക് മുഴുവൻ ഈ ക്യൂവിനുള്ളിൽ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജിയായി സ്റ്റോർ ചെയ്യപ്പെട്ടിട്ടുണ്ടാകും എന്നാണ് ഈ
പറഞ്ഞത്. ഓക്കെ, ഡെഫിനിഷൻ ഒന്ന് ഓർത്ത് വെച്ചുകൊള്ളുക. ഫൈൻ. ഓക്കെ, ഇനി ഇതിന് കൂടെ അഡീഷണൽ ആയിട്ടൊരു കാര്യം പറയുകയാണ്. ഇപ്പോൾ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് between 2 points, രണ്ട് പോയിൻറ്റുകൾക്കിടയിലുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസിൻ്റെ ഇക്വേഷൻ എഴുതാൻ പറഞ്ഞാൽ നമുക്ക് ഇങ്ങനെ എഴുതാം: ഡെൽറ്റ യു ഈസ് ഈക്വൽ ടു U2 മൈനസ് U1. ഇതും പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് അല്ലെങ്കിൽ വെറുതെ പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാവുന്ന ഒരു ഇക്വേഷനാണിത്. പൊട്ടൻഷ്യൽ എനർജി ഡിഫറൻസ് ഈസ് ഈക്വൽ ടു ഫൈനൽ പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ എനർജി മൈനസ് ഇനീഷ്യൽ പോയിൻറ്റിലെ പൊട്ടൻഷ്യൽ എനർജി. അതാണ് എഴുതി വെച്ചിരിക്കുന്ന ഇക്വേഷൻ. ഓക്കെ, ഇനി ഇവിടെ അറിയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിൻ്റെ SI യൂണിറ്റാണ്. ഓക്കെ, ഇക്വേഷൻ ഇതായിരുന്നു: പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു W/Q. അപ്പോൾ യൂണിറ്റ് എഴുതുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം: ജൂൾ പെർ കൂളംബ്, അല്ലേ? മുകളിൽ വർക്ക്, താഴെ ചാർജ്. അതുമല്ലെങ്കിൽ വോൾട്ട് ബ്രാക്കറ്റിൽ ക്യാപിറ്റൽ V എന്നുള്ള യൂണിറ്റാണ് ഉപയോഗിക്കുക. ഒന്നെങ്കിൽ ജൂൾസ് പെർ കൂളംബ് അല്ലെങ്കിൽ വോൾട്ട്. അതാണ് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലിൻ്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോർഷനിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നോട്ട്ബുക്കിലേക്ക് എഴുതാനുള്ളവ എഴുതി വയ്ക്കുക. ഇക്വേഷൻസ് എന്തായാലും പഠിക്കുക. ഓക്കെ, നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ പോയിൻ്റ് ചാർജ്. പലപ്പോഴും പരീക്ഷിച്ച് കണ്ടിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഒരു പോയിൻ്റ് ചാർജ് മുഖാന്തരം ഉണ്ടാകുന്ന പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യുക. ഓക്കെ, രണ്ട് കീവേഡാണുള്ളത്: പൊട്ടൻഷ്യൽ. അത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യൽ എന്ന് വലിച്ചു നീട്ടി പറഞ്ഞിട്ടുണ്ടാവും. എന്തുമാകട്ടെ, നമ്മളെ സംബന്ധിച്ച് പൊട്ടൻഷ്യൽ, അടുത്തത് പോയിൻ്റ് ചാർജ്. അപ്പോൾ പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിൻ്റ് ചാർജ്, അതാണ് നമ്മുടെ കീവേഡ്. അപ്പോൾ പിന്നെ ഡെറിവേഷനിലേക്ക് കിടക്കുകയാണ്. വളരെ സിമ്പിളായ ഡെറിവേഷനാണ്. ഏറ്റവും മിനിമം സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. ആസ് യൂഷ്വൽ നമുക്ക് ആദ്യം വേണ്ടത് ഫിഗറാണ്. ഫിഗർ വരയ്ക്കുന്നു. അവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, അവിടെ ഒരു ചാർജ് ഉണ്ട് Q. മറ്റൊരു പോയിൻ്റ് വരയ്ക്കുന്നു, അത് പോയിൻ്റ് P. ഇനിയും ഒരു പോയിൻ്റ് വരയ്ക്കുന്നു, അത് B. അതിനുശേഷം തൊട്ടടുത്തായി മറ്റൊരു പോയിൻ്റ് വരയ്ക്കുന്നു, A. ഓക്കെ, Q, P, A, B, A എന്നിവയെല്ലാം ബന്ധിപ്പിച്ച് ആക്സിസ് വരയ്ക്കുന്നു അല്ലെങ്കിൽ ലൈൻ വരയ്ക്കുന്നു. ഇതിൻ്റെ അങ്ങേ എൻഡ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റി ആണ്. റൈറ്റ്. ഇനി നമുക്ക് ചില ദൂരങ്ങൾ അടയാളപ്പെടുത്താനുണ്ട്. Q മുതൽ P വരെയുള്ള ദൂരം R ആണ്. Q മുതൽ B വരെയുള്ള ദൂരം X ആണ്. P മുതൽ A വരെയുള്ള ദൂരം DX ആണ്. ഓക്കെ, ഇനി നമുക്ക് മുഴുവൻ കാര്യങ്ങളൊന്നും ഡിസ്കസ് ചെയ്യുന്നില്ല എന്ന് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നാലും മിനിമം ചില കാര്യങ്ങളൊന്ന് പറയുകയാണ്. നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ എന്താണ് ചെയ്യാൻ പോകുന്നതെന്നുള്ളതിനെപ്പറ്റി ഒരു ഐഡിയ കിട്ടാൻ വേണ്ടി. നമുക്ക് ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ, ഓക്കെ, ഒരു യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ, ഇപ്പോൾ ഇൻഫിനിറ്റിയിലിരിക്കുന്ന ഈ ചാർജിനെ Pയിൽ കൊണ്ടുവച്ചാൽ അവിടെ ഉണ്ടാകുന്ന പൊട്ടൻഷ്യൽ എത്രയാണെന്ന് കണ്ടുപിടിച്ചാൽ മതി. അതായിരിക്കും പൊട്ടൻഷ്യൽ അറ്റ് P ഡ്യൂ ടു ചാർജ് Q. ക്ലിയർ? അപ്പോൾ കൺഫ്യൂഷൻ ആവരുത്. വേണമെങ്കിൽ ഞാൻ ഇത് ക്യാപിറ്റൽ Q ആകാം. ഓക്കെ, കൺഫ്യൂഷൻ ആവേണ്ട, അതാണ് ഞാൻ എടുത്ത് പറയുന്നത്. ശരി, ക്യാപിറ്റൽ Q ആക്കിയാൽ ഇക്വേഷനിലും ക്യാപിറ്റൽ Q ആകേണ്ടി വരും. ഇതായിരിക്കും നിങ്ങളുടെ നോട്ട്ബുക്കിൽ, സ്കൂൾ നോട്ട്ബുക്കിലൊക്കെ ഉണ്ടായിരിക്കുന്ന കൺസെപ്റ്റ്. അതുകൊണ്ട് അങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ഇപ്പോൾ ഇത് യൂണിറ്റ് പോസിറ്റീവ് ചാർജ്. ഇപ്പോൾ ഇത് ഇൻഫിനിറ്റിയിലാണ് ഇരിക്കുന്നത്. ഇതെടുത്ത് Pയിൽ വയ്ക്കുമ്പോൾ എത്ര വർക്ക് ചെയ്തോ ആ വർക്കായിരിക്കും Pയിലിരിക്കുമ്പോഴുള്ള അവൻ്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ആ പൊട്ടൻഷ്യൽ ഉണ്ടാക്കിയ ആൾ ഈ ഇരിക്കുന്ന Q ആണ്. ഇപ്പോൾ ഈ Q കാരണം പോയിൻ്റ് Pയിലുണ്ടാകുന്ന പൊട്ടൻഷ്യലാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അതിന് ചെയ്യുന്ന മാത്തമാറ്റിക്സ് ഇത്രയേ ഉള്ളൂ. നമ്മൾ ഈ ഇൻഫിനിറ്റിയിൽ നിന്നും P വരെയുള്ള സഞ്ചാരപാതയിൽ എവിടെയെങ്കിലും ഒരു പോയിൻ്റ് പരിഗണിക്കുന്നു A. ഈ Aയിൽ നിന്നും തൊട്ടടുത്തൊരു പോയിൻ്റാണ് B. വരച്ചപ്പോൾ ഇത്തിരി ഗ്യാപ്പ് ഉണ്ടെങ്കിലും വളരെ അടുത്താണ്. അപ്പോൾ Aയിൽ നിന്ന് Bയിലേക്ക് ചെറിയ ദൂരം സഞ്ചരിക്കാൻ വേണ്ടി ചെയ്ത ചെറിയ വർക്ക് ആദ്യം നമ്മൾ കണ്ടുപിടിക്കുകയാണ്. ഓക്കെ, സ്മോൾ വർക്ക് ഡൺ, ദാറ്റ് വിൽ ബി DW ഈസ് ഈക്വൽ ടു, വർക്ക് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്, ഇവിടെ ഡിസ്പ്ലേസ്മെൻറ്റ് DX ആണ്. ശരിയാണോ? ഒരിക്കൽ കൂടെ പറയുകയാണ്. ഇൻഫിനിറ്റി മുതൽ P വരെയുള്ള സഞ്ചാരപാതയിൽ ഏതെങ്കിലും ഒരു പോയിൻ്റ് പരിഗണിച്ചു. അതിൻ്റെ തൊട്ടടുത്തുള്ള ഒരു പോയിൻ്റ് Bയിലേക്ക് ഈ കാണുന്ന യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മാറ്റാൻ വേണ്ടി ചെയ്ത ചെറിയ വർക്ക് നമ്മളിവിടെ കണ്ടുപിടിക്കുകയാണ്. DW ഈസ് ഈക്വൽ ടു ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് DX ആണ്. A മുതൽ B വരെയുള്ള ദൂരം DX ആണ്. റൈറ്റ്. ഈ ഫോഴ്സ് നിങ്ങൾക്കറിയാം, അത് കൂളംസ് ഫോഴ്സാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. 1/4π
എപ്സിലോൺ 0 ക്യൂ ബൈ ആർ. ഇത്തവണ ആർ എന്ന് പോരാ, വി നീഡ് എക്സ് സ്ക്വയർ പറയാം, എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ്. എന്തുകൊണ്ടാണ് എക്സ് എന്ന് വന്നതെന്ന് ചോദിച്ചാൽ ക്യൂ മുതൽ എ വരെയുള്ള ദൂരം എക്സ് ആയിട്ട് നമുക്ക് ഓൾറെഡി തന്നിട്ടുണ്ട്. റൈറ്റ്, ഞാൻ മാർക്ക് ചെയ്തപ്പോൾ തെറ്റിയെന്ന് തോന്നുന്നു അല്ലേ, ഒരു മിനിറ്റ്. ആക്ച്വലി ക്യൂ മുതൽ എ വരെയുള്ള ദൂരമാണ് എക്സ് കേട്ടോ, അതൊന്ന് ഫിഗറിൽ മാറ്റി എഴുതിയേ. റൈറ്റ്, സോ 1/4 എപ്സിലോൺ 0 ക്യൂ ബൈ എക്സ് സ്ക്വയർ ഫോഴ്സായി ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ് ഡി എക്സ്. റൈറ്റ്, ഇനി ചെയ്യാൻ പോകുന്ന കാര്യം ശ്രദ്ധിക്കുക. ഇത് എ മുതൽ ബി വരെ ചെറിയൊരു ദൂരത്തേക്ക് നമ്മുടെ യൂണിറ്റ് പോസിറ്റീവ് ചാർജിനെ മാറ്റാൻ ചെയ്ത ചെറിയ വർക്കാണ്. നമുക്ക് ഇൻഫിനിറ്റി മുതൽ പി വരെ, അല്ലെങ്കിൽ ക്യൂവിൽ നിന്നും ഇൻഫിനിറ്റ് ദൂരത്തു നിന്ന് തുടങ്ങി ക്യൂവിൽ നിന്നും ആർ ദൂരം വരെ എത്തിക്കാൻ, പോയിൻറ്റ് പി എന്ന് പറഞ്ഞാൽ 6 ദൂരമാണല്ലോ, അവിടം വരെ എത്തിക്കാൻ ചെയ്ത ടോട്ടൽ വർക്കാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ടോട്ടൽ വർക്കിനുള്ള ഇക്വേഷൻ എഴുതുന്നു. W = ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ. അതെങ്ങനെയാണ് ലിമിറ്റ് വന്നതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ പോയിൻ്റ് ഇരിക്കുന്നത്, യൂണിറ്റ് പോസിറ്റീവ് ചാർജ് ഇരിക്കുന്നത് ഇൻഫിനിറ്റിയിലാണ്. എങ്ങോട്ടാണ് കൊണ്ടുവരുന്നത്? പോയിൻ്റ് പിയിലേക്കാണ്. പോയിൻ്റ് പി എത്ര അകലെയാണ്? 6 ഡിസ്റ്റൻസ് അകലെയാണ്. അതുകൊണ്ടാണ് ക്യൂവിൽ നിന്നും ഇൻഫിനിറ്റി മുതൽ ക്യൂവിൽ നിന്നും 6 വരെ ഉള്ള ദൂരത്തേക്ക് കൊണ്ടുവന്നതിൻ്റെ ഇൻ്റഗ്രൽ വന്നത്. റൈറ്റ്, മുന്നോട്ട് പോകുന്നു. dw ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ 1/4 എപ്സിലോൺ 0 ക്യൂ ബൈ എക്സ് സ്ക്വയർ ഡി എക്സ്. ഇതാണ് ഇക്വേഷൻ അല്ലേ. സ്ക്രീനെ ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുകയാണ് എഴുതാനുള്ള എളുപ്പത്തിന്. റൈറ്റ്, ഇനി ഇത് 1/4 എപ്സിലോൺ 0 ക്യൂ എന്നിവയെല്ലാം ദൂരത്തിന് ഇൻഡിപെൻഡൻ്റ് ആണ്. അതുകൊണ്ട് ഇൻ്റഗ്രേഷനെ പുറത്തേക്ക് എടുക്കുന്നു. സോ ഇക്വേഷൻ ബിക്കം W = ക്യൂ ബൈ 4 എപ്സിലോൺ 0 ഇൻ്റഗ്രൽ ഇൻഫിനിറ്റി ടു ആർ ഡി എക്സ് ബൈ എക്സ് സ്ക്വയർ. ഇത് ഇൻറ്റഗ്രേറ്റ് ചെയ്യുക. നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നില്ല, നമുക്ക് ആ മിനിമം സ്റ്റെപ്പുകൾ മാത്രം മതി. അതുകൊണ്ട് എഴുതുന്നു simplifying we get final equation v is equal to 1/4 എപ്സിലോൺ 0 ക്യൂ ബൈ ആർ. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. അതായത് പൊട്ടൻഷ്യൽ ഡ്യൂ ടു പോയിൻ്റ് ചാർജ് v is equal to 1/4 എപ്സിലോൺ 0 ക്യൂ ബൈ ആർ. ഓക്കെ, ഇത്ര മാത്രമേ ഉള്ളൂ. വളരെ മിനിമം സ്റ്റെപ്പുകളേ ഉള്ളൂ. മുഴുവൻ പഠിക്കാൻ സാധിക്കുന്നവർ അങ്ങനെ പഠിക്കുക, അല്ലാത്തവർ ഫിഗറും ഫൈനൽ ഇക്വേഷനും മാത്രമെങ്കിലും പഠിക്കുക. പറ്റാവുന്നത്ര സ്റ്റെപ്പുകളും പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഡെറിവേഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ പോസ് ചെയ്ത് എഴുതിയെടുക്കുക. നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്, സമയം കളയുന്നില്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറൈവ് ദി എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ ഡ്യൂ ടു അൻ ഇലക്ട്രിക് ഡൈപോൾ. ഒരു ഇലക്ട്രിക് ഡൈപോൾ കാരണമുള്ള പൊട്ടൻഷ്യലാണ് ഇനി കണ്ടുപിടിക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടുത്തെ കീവേഡ് ഐഡൻറ്റിഫൈ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഒന്ന് പൊട്ടൻഷ്യൽ, 2 ഇലക്ട്രിക് ഡൈപോൾ. ഈ 2 കീവേഡുകൾ ഉണ്ടെങ്കിൽ നമുക്കിതാണ് ഡെറിവേഷൻ എന്ന് മനസ്സിലാക്കാം. അതുപോലെ ഡെറിവേഷൻ ആണോ എന്ന് തിരിച്ചറിയാൻ ഇവിടെ ഡിറൈവ് എന്നൊരു ടേമുണ്ട്. സോ നമ്മൾ ഫിഗർ വരയ്ക്കുകയാണ്. ഇത്തവണ ഡൈപോൾ ആണെന്നുള്ള ഓർമ്മ വേണം. അതുകൊണ്ട് 2 ചാർജുകൾ ഉണ്ടാവും. ഒന്ന് -q, മറ്റൊന്ന് +q. ഡൈപോൾ ആക്സിസ് വരച്ചു, സെൻറ്റർ മാർക്ക് ചെയ്തു O. ഇനി അല്പം അകലെയായുള്ള ഒരു പോയിൻ്റാണ് ഇത്. ഈ പോയിൻറ്റിൻ്റെ പേരാണ് P. പിയിലുള്ള ഇലക്ട്രിക് പൊട്ടൻഷ്യൽ, ഇലക്ട്രോസ്റ്റാറ്റിക് പൊട്ടൻഷ്യലാണ് കണ്ടുപിടിക്കേണ്ടത്. ആര് കാരണം? ഈ കാണുന്ന ഡൈപോൾ കാരണം. അപ്പോൾ ഡിസ്റ്റൻസുകൾ മാർക്ക് ചെയ്യുകയാണ്. ഓക്കെ, -qവിൽ നിന്നും P വരെയുള്ള ദൂരം R1, അതുപോലെ +qവിൽ നിന്നും P വരെയുള്ള ദൂരം R2. ഓക്കെ, ഇത് നമ്മൾ സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിളാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഓർമ്മയുണ്ടെങ്കിൽ എളുപ്പത്തിൽ മനസ്സിലാക്കാം. അതായത് പോയിൻ്റ് പിയിൽ ഇപ്പോൾ പൊട്ടൻഷ്യൽ തരാൻ 2 ചാർജുകളുണ്ട്. ഇപ്പോൾ ടോട്ടൽ പൊട്ടൻഷ്യൽ കാണാൻ ഇൻഡിവിജ്വൽ ആയിട്ട് ഈ ചാർജുകൾ കാരണമുള്ള പൊട്ടൻഷ്യൽ കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സം എടുത്താൽ മതി. അപ്പോൾ അത് തന്നെയാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ ആദ്യത്തെ ഇക്വേഷൻ എഴുതുന്നു. V + Q is equal to 1/4 എപ്സിലോൺ 0 Q by R2. റൈറ്റ്, അടുത്ത ഇക്വേഷൻ എഴുതുന്നു. V - Q is equal to 1/4 എപ്സിലോൺ 0 -Q by R1. ക്ലിയർ? അപ്പോൾ നമുക്ക് പോയിൻ്റ് പിയിൽ 2 ചാർജുകളും കാരണമുള്ള ഇൻഡിവിജ്വൽ പൊട്ടൻഷ്യൽ കിട്ടി. ഇനി ടോട്ടൽ പൊട്ടൻഷ്യൽ കാണാൻ ഇത്
സം ചെയ്താൽ മതി. വി ഇസ് ഈക്വൽ ടു വി പ്ലസ് ക്യൂ പ്ലസ് വി മൈനസ് ക്യൂ. സ്ക്രീൻ ഞാനൊന്ന് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. ഫൈനൽ ഇക്വേഷൻ എഴുതുകയാണ്. വി ഇസ് ഈക്വൽ ടു 1/4πε0. അത് കോമൺ ആയതുകൊണ്ട് പുറത്തെടുത്തു. ഒരു ക്യൂവും പുറത്തെടുക്കാം, ക്യൂവും കോമൺ ആണ്. ദെൻ വി ഹാവ് 1/r2 മൈനസ് 1/r1 എന്ന് കിട്ടും. നമ്മൾ സിംപ്ലിഫൈ ചെയ്യാനായിട്ട് പോവുകയാണ്. എല്ലാ സ്റ്റെപ്പുകളൊന്നും എഴുതുന്നില്ല. അപ്പോൾ സിംപ്ലിഫൈയിങ് നമുക്ക് ഫൈനൽ ഇക്വേഷൻ കിട്ടും. ഫൈനൽ ഇക്വേഷൻ വുഡ് ബി വി ഈസ് ഈക്വൽ ടു 1/4πε0 p cos തീറ്റ ബൈ ആർ സ്ക്വയർ. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ, പി കോസ് തീറ്റ ബൈ ആർ സ്ക്വയർ. കീവേഡ് ഇതാണ്, പൊട്ടൻഷ്യൽ ഡ്യൂ ടു ഇലക്ട്രിക് ഡൈപോൾ. ഇലക്ട്രിക് ഡൈപോൾ കാരണമുള്ള പൊട്ടൻഷ്യലിൻ്റെ ഫൈനൽ ഇക്വേഷൻ ഇതാണ്. വി ഇസ് ഈക്വൽ ടു 1/4πε0 p cos തീറ്റ ബൈ ആർ സ്ക്വയർ. എല്ലാ സ്റ്റെപ്പുകളും പഠിക്കാൻ സാധിക്കുന്നവർ അങ്ങനെ പഠിക്കുക, അല്ലാത്തവർ ഫൈനൽ ഇക്വേഷന് മാത്രമായി ഒതുങ്ങാൻ ശ്രമിക്കുക. ഓക്കെ, എന്തായാലും ഫൈനൽ ഇക്വേഷൻ മസ്റ്റായിട്ടും ഓർമ്മയിൽ ഉണ്ടാവണം. സമയം കളയുന്നില്ല, അടുത്ത ക്വസ്റ്റിനിലേക്ക് പോകുന്നു. എക്സ്പ്രഷൻ ഫോർ പൊട്ടൻഷ്യൽ ഡ്യൂ ടു എ സിസ്റ്റം ഓഫ് ചാർജസ്. ഓക്കെ, ഡെറിവേഷനായിട്ട് പോകുന്നില്ല, നമ്മൾ ആ ഫൈനൽ ഇക്വേഷൻ മാത്രമാണ് പരിചയപ്പെടുത്തുന്നത്. ഇവിടുത്തെ കീവേഡ് ഐഡൻറ്റിഫൈ ചെയ്യുന്നു, പൊട്ടൻഷ്യൽ, സിസ്റ്റം ഓഫ് ചാർജസ്. ഈ രണ്ട് കീവേഡാണുള്ളത്. ഡെറിവേഷൻ അല്ല നമുക്കുള്ളത്, ഇവിടെ എക്സ്പ്രഷൻ ഫോർ എന്ന് ചോദിച്ചിട്ടുള്ളൂ. അപ്പോൾ ഫൈനൽ ഇക്വേഷൻ മാത്രം എഴുതിയാൽ മതിയാവും. എന്തായാലും ഞാൻ ആ ഫിഗർ ഒന്ന് വരയ്ക്കാം. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്, പോയിൻ്റ് പി. ഓക്കെ, പോയിൻ്റ് പിക്ക് ചുറ്റും ഒട്ടനവധി ചാർജുകളുണ്ട്. ഇത് Q1, Q2, Q3, Q4. വരച്ചപ്പോൾ 4 വരച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് ഇതുപോലെ n നമ്പർ ഓഫ് ചാർജുകൾ പരിഗണിക്കാം, അത് പ്രശ്നമില്ല. അപ്പോൾ നമ്മൾ ഓരോ ചാർജിൽ നിന്നും പോയിൻ്റ് പിയിലേക്കുള്ള ദൂരം മാർക്ക് ചെയ്യുന്നു. ദൂരം മാർക്ക് ചെയ്യുക എന്നല്ല ശരിക്കും ഞാൻ പറയേണ്ടത്, പൊസിഷൻ വെക്ടറുകൾ എഴുതുന്നു എന്നാണ് പറയേണ്ടത്. ശരി, ഈ ദൂരം R1P, ഉദ്ദേശിച്ചത് ഫസ്റ്റ് ചാർജിൽ നിന്ന് പിയിലേക്കുള്ള ദൂരം. അപ്പോൾ ഇത് R2P, ഇത് R3P, ഇത് R4P. അങ്ങനെ ലാസ്റ്റ് ഒരു ചാർജ് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കതിനെ RNP എന്ന് എഴുതാമായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഗർ. നമ്മൾ നേരിട്ട് ഇക്വേഷനിലേക്ക് കിടക്കുകയാണ്. ഇവിടെയും സൂപ്പർ പൊസിഷൻ പ്രിൻസിപ്പിൾ ആയിരിക്കും ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഒന്നിൽ കൂടുതൽ ചാർജുകളുണ്ട്, അവരെല്ലാവരും കാരണമുള്ള ടോട്ടൽ പൊട്ടൻഷ്യൽ കാരണം. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ ഇൻഡിവിജ്വൽ ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യൽ ആദ്യം കണ്ടുപിടിച്ചിട്ട് അതിൻ്റെ സം എടുക്കുന്നു. സോ വി ഇസ് ഈക്വൽ ടു V1 പ്ലസ് V2 പ്ലസ് V3 അങ്ങനെ പോയിട്ട് Vn. Vn എന്ന് ഉദ്ദേശിച്ചത് അവസാനത്തെ n-ാമത്തെ ചാർജ് കാരണമുള്ള പൊട്ടൻഷ്യലാണ്. ഇക്വേഷൻ എഴുതുകയാണ്. വി ഇസ് ഈക്വൽ ടു 1/4πε0 ഇൻ ബ്രാക്കറ്റ്സ് Q1/R1P പ്ലസ് Q2/R2P പ്ലസ് Q3/R3P പ്ലസ് അപ് ടു Qn/Rnp. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുന്നു. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ. പൊട്ടൻഷ്യൽ അറ്റ് എ പോയിൻ്റ് ഡ്യൂ ടു സിസ്റ്റം ഓഫ് ചാർജസ്. ഒന്നിലധികം ചാർജുകളുള്ള ഒരു സിസ്റ്റം കാരണം ഒരു പോയിന്റിൽ ഉണ്ടാകുന്ന ടോട്ടൽ പൊട്ടൻഷ്യലിൻ്റെ ഫൈനൽ ഇക്വേഷനാണിത്. ഓർമ്മയിൽ സൂക്ഷിക്കുക, പരീക്ഷയ്ക്ക് ചോദിച്ചാൽ ഈ ഇക്വേഷൻ എന്തായാലും ഒരു മാർക്ക് കിട്ടാതിരിക്കില്ല. റൈറ്റ്, മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ തൽക്കാലം ഇത്ര മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളൂ. ഭംഗിയായിട്ട് പഠിക്കുക, അതിനുശേഷം അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ അടുത്ത വീഡിയോ ക്ലാസ്സിൽ കാണാം. താങ്ക് യു.